അസ്സലാമു അലൈക്കും. സദ്യ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് സദ്യക്ക് വേണ്ടുന്ന ഓരോ സാധനങ്ങൾ ഓരോ ദിവസവും ഇനി വീഡിയോ ചെയ്യാം. ഇന്ന് ചെയ്യുന്നതൊരു അവിയലാണ്. അതിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. പച്ചക്കായ, ചേന, കോവക്ക, ക്യാരറ്റ്, മുരിങ്ങക്ക, വെള്ളരിക്ക, പയർ, പച്ചമുളക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. അത് നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലോണം വേവിക്കുക. അത് നല്ല മിക്സ് ചെയ്യണം. മൂടി വെച്ച് നല്ല തീ കൂട്ടി വെച്ച് വേവിച്ച് എടുക്കാം. അത് വേകുമ്പോഴത്തേനും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. എരിവ് ഓരോരുത്തർക്ക് വേണ്ടുന്നതനുസരിച്ച് പച്ചമുളക് ഇടുക. പച്ചമുളക്, ഒരു അരമുറി തേങ്ങ, കുറച്ച് ചെറിയ ജീരകം, രണ്ട് വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് ഫൈനായിട്ടൊന്ന് അരക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അത് അരച്ച് അതിന് നമുക്ക് ഇതൊന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. വേവ് കുറച്ച് കുറച്ച് വെള്ളവും വറ്റാനുണ്ട്. വെള്ളം ഒന്ന് വറ്റി വന്നാൽ പാകത്തിന് റെഡിയാവും. വേവ് നല്ല വേവട്ടെ. കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്കുള്ള അരപ്പ് നമുക്കിടാം. അരപ്പിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നല്ലോണം വെളിച്ചെണ്ണ 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഉടഞ്ഞു പോകാതെ അതിന് കുറച്ച് ഒരു ചെറുതായി പാത്രം കുറച്ച് ചെറുതായി പോയിട്ടോ. ഇത് കുറച്ചും കൂടെ വലിയ പാത്രത്തിലിടുന്നതായിരിക്കും നല്ലത്. ഇത് കഷ്ണങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്ത ശേഷം നല്ലോണം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കുക. നല്ല തിളച്ച് വന്നാൽ അതിലേക്ക് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ചാൽ പിന്നെ അധികം കൂടുതലായിട്ട് ഞാൻ തിളപ്പിക്കുന്നില്ല. ഒന്നുകൂടെ നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. കുറച്ച് ഒന്ന് അരപ്പൊക്കെ അതിമേലേക്കൊന്ന് പിടിച്ച് വന്നാൽ നമുക്കതിലേക്ക് തൈരും കൂടി ഒഴിച്ചാൽ നമ്മളെ അവിയൽ റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ വേറൊരു വിഭവവുമായി നമുക്ക് കാണാം.